ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ സൺഡേയ്സ് നമ്മുടെ പാട്ടുവിശേഷം മ്യൂസിക് തെറാപ്പിയുടെ ദിവസങ്ങളാണ്. കഴിഞ്ഞ 88 ദിവസങ്ങളായി നമ്മൾ പ്രമുഖരായ അനേകം പാട്ടുകാരെ, ഗാനരചയിതാക്കളെ, മ്യൂസീഷ്യൻസിനെല്ലാം നമ്മളിങ്ങനെ പരിചയപ്പെടുകയായിരുന്നു. അവരുടെ പാട്ടുകളിലൂടെ അവർക്ക് പ്രണാമം അർപ്പിക്കുകയായിരുന്നു. അപ്പം ഇന്നത്തെ ദിവസവും വളരെ പ്രസിദ്ധനായ ഒരു പാട്ടുകാരൻ MK അർജുനൻ മാസ്റ്റർ, അദ്ദേഹത്തിനെ കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റായ പാട്ടുവിശേഷത്തിലൂടെ ജോസഫ് സാർ നമുക്ക് പാട്ടിനെ കുറിച്ചും അതിൻ്റെ കലവറ തുറന്ന ആ ഒരു ബ്ലെസ്സിങ്ങിനെ കുറിച്ചുമൊക്കെ നമ്മളോട് പറയും. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജോസഫ് സാർ ഇയർകൾ. താങ്ക് യു സാർ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം, സ്വാഗതം. നമുക്ക് പാട്ടുവിശേഷത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ മ്യൂസിക്കോളജിയെ കുറിച്ചുള്ള കുറച്ച് വിചിന്തനങ്ങളാണ് നടത്തുക. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് നമുക്ക് തരുന്നുണ്ട് എന്നറിയാം, മ്യൂസിക് അസച്ച്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിന്, അവൻ്റെ ക്വാളിറ്റി ഉയർത്തുന്നതിന്, ക്വാളിറ്റി നിലനിർത്തുന്നതിന് ഒക്കെ സംഗീതത്തിന് സ്വാധീനിക്കാൻ കഴിയും എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. എങ്ങനെയാണ് വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മൂല്യങ്ങളെ വളർത്തുന്നത്. മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ values that adds value to our personality, that adds value to our individuality എന്നും പറയാം അല്ലേ. നമുക്ക് വില നൽകുന്നത്, നമുക്ക് മാന്യത നൽകുന്നത് എന്നൊക്കെ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ കഴിഞ്ഞ സെഗ്മെന്റിൽ നമ്മൾ 3-4 പോയിന്റുകൾ പറഞ്ഞു. എങ്ങനെയാണ് മ്യൂസിക് നമ്മുടെ വാല്യൂസിനെ പരിപോഷിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ഒന്ന്, ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ബുദ്ധിപൂർവം നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് പ്രതികരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി പറഞ്ഞത്. പ്രൊമോട്ട്സ് ഇമോഷണൽ ഇൻ്റലിജൻസ്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് EQ, ഇമോഷണൽ ഇൻ്റലിജൻസ്. അത് പലപ്പോഴും പലർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ യുവതലമുറയിൽ നിന്നിപ്പോൾ അതിന് ഒരു ഉദാഹരണമാണ്. വൈകാരികമായിട്ട് പ്രതികരിക്കുന്നു അല്ലേ. ഒന്ന് എന്താണ്, മറുകണ്ഠം ചാടുക, അല്ലെങ്കിൽ എന്താ ഒരു ചൊല്ലുണ്ടല്ലോ, ആലോചിക്കാതെ പ്രവർത്തിക്കുക അല്ലേ. വരും വരാഴികളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, പ്രവർത്തിക്കുക. അത് ഒക്കെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കുറവ് കൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സംഗീതത്തിന് അവിടെ ഒരു റോള് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് പിഴച്ചതും അവിടെയാണ്. കുട്ടികളെ സംഗീതം പഠിപ്പിക്കാതെ, അല്ലെങ്കിൽ ഒരു സംഗീതോപകരണമെങ്കിലും പഠിപ്പിക്കാതെ, അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ താളത്തോട് ഒത്തുപോകാൻ അവരെ നിങ്ങൾ സഹായിക്കാതെ ഒക്കെ വന്നതുകൊണ്ടാണ് ഈ ഇംബാലൻസ് ഉണ്ടായതെന്ന് ഞാൻ പറയും. അതിന് ഉദാഹരണവും നമ്മൾ കണ്ടു. ഫിൻലാൻഡ് ഈ വർഷത്തെ ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴും, കഴിഞ്ഞ ദിവസമാണ് പ്രസിദ്ധീകരിച്ചത്, 22-ാം തീയതിയോ 21 അല്ലേ, എല്ലാ വർഷവും അങ്ങനെയാണ്. അപ്പോഴും ഫിൻലാൻഡാണ് മുന്നിൽ. അവരുടെ കുട്ടികളെ ഒരുക്കുന്നത് അങ്ങനെയാണ്. അവരുടെ കുട്ടികളെ 7 വയസ്സ് വരെ അവർ ABCD അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവരെ സംഗീതവും സംഗീത അധിഷ്ഠിതമായിട്ടുള്ള പഠനങ്ങളിലൂടെയാണ് മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു അടിയുറച്ച വ്യക്തിത്വത്തിന് ഉടമകളായിട്ടുള്ള വ്യക്തികളെയാണ് അവിടെ വാർത്തെടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ സന്തോഷത്തിൻ്റെ ഇൻഡെക്സ് അവർക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അടുത്തത് നമ്മൾ പറഞ്ഞത് എമ്പതി ആൻഡ് കമ്പാഷൻ. ഓഫ് കോഴ്സ് സംഗീതം പഠിക്കുമ്പോൾ ഇത്
ഈ ക്വാളിറ്റി നമ്മളിൽ ഡെവലപ്പ് ചെയ്യും, കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ വ്യക്തികളിൽ അത് പ്രകടമാവുകയുള്ളൂ, നല്ല മനുഷ്യരുണ്ടാവുള്ളൂ. മിടുക്കരായ കുട്ടികൾ മാത്രമല്ല നമുക്ക് ആവശ്യം, നന്മയുള്ള കുട്ടികളാണ് ആവശ്യം, നന്മയുള്ള പൗരന്മാരാണ് ആവശ്യം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊക്കെയാണ് ഈ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കൾച്ചറൽ അവയർനെസ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു, അപ്രീസിയേഷൻ അതും പറഞ്ഞു, ദെൻ ഡെവലപ്പ് ഡിസിപ്ലിൻ ആൻഡ് പെർസിവിയറൻസ് അതും പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത 1-2 പോയിന്റുകൾ കൂടി പറഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്നത്തെ പ്രിയപ്പെട്ട ഗാന സംവിധായകനെ കുറിച്ച് നമുക്ക് ഓർക്കാം, അദ്ദേഹത്തിൻ്റെ പാട്ടുകളും പാടാം. അപ്പോൾ എൻകറേജസ് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. എങ്ങനെയാണ് സംഗീതം സഹായിക്കുക? സംഗീതത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അതിൽ വരുന്നത്, നമ്മളുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് അതിൽ വരുന്നത്, നമ്മളെ ഒരു റിഫ്ലക്ഷനാണ് അതിൽ വരുന്നത്. സംഗീതം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് ഉണ്ടാക്കുമ്പോൾ, അല്ലേ? അപ്പോൾ എൻകറേജസ് സെൽഫ് എക്സ്പ്രഷൻ. അതിപ്പം പാട്ടിൻ്റെ ഏത് ഘടകവും ആകാം. പാട്ട് എഴുതുകയാകാം, സംഗീതം കൊടുക്കുകയാകാം, എന്തായാലും നമ്മൾ അവിടെ സെൽഫായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിവ് നേടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂ അവിടെ കൂടുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സെൽഫ് എക്സ്പ്രഷൻ പറ്റാത്തൊരു വ്യക്തിയെക്കാളും മൂല്യമുണ്ട്, ഓഫ് കോഴ്സ്. അപ്പോൾ അങ്ങനെ സംഗീതം നമ്മുടെ സെൽഫ് എക്സ്പ്രഷനെ എൻകറേജ് ചെയ്യുന്നു. ദെൻ ക്രിയേറ്റിവിറ്റി, ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുകയാണ് സംഗീതം. അല്ലെങ്കിൽ നമ്മൾ അസംബ്ലി ചെയ്യുകയാണെങ്കിൽ തന്നെയും അതൊരു പുതിയ ക്രിയേഷനായിട്ട് വരികയാണ്. ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കേ അത് പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ സംഗീതം നമ്മുടെ സെൽഫ് എക്സ്പ്രഷനെയും ക്രിയേറ്റിവിറ്റിയും സൃഷ്ടിപരത, ക്രിയാത്മകത, സൃഷ്ടിപരതയെയും പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് 5ാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നൗ നെക്സ്റ്റ് പോയിന്റ്, പ്രൊമോട്ട് സോഷ്യൽ ബോണ്ട്സ് ആൻഡ് കമ്മ്യൂണിറ്റി. സോഷ്യൽ ബോണ്ട്, സോഷ്യൽ എന്താണ്, ഒരു കണക്ഷൻ, ബോണ്ടുകൾ ഉണ്ടാകും. മ്യൂസിക് ബ്രിങ്സ് പീപ്പിൾ ടുഗദർ. നമുക്കറിയാം സംഗീതത്തിന് മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിപ്പോൾ ആഗോളതലത്തിലായാലും ഒരു രാജ്യത്തിൻ്റെ തലത്തിലായാലും ഒരു കമ്മ്യൂണിറ്റിയുടെ തലത്തിലായാലും ഒരു കൾച്ചറൽ കോൺഗ്രിഗേഷൻ്റെ തലത്തിലായാലും ഏത് തലത്തിലായാലും അവിടെ സംഗീതം കൊണ്ട് ആ ഒരു ഗ്രൂപ്പിനെ, ആ ഒരു കമ്മ്യൂണിറ്റിയെ ഒന്നിപ്പിക്കുവാൻ സംഗീതത്തിന് കഴിയും. സോഷ്യൽ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ബോധം ഉണ്ടാക്കാൻ പറ്റും. അവിടെ എന്താണ് സംഭവിക്കുക? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പരസ്പരം ബഹുമാനിക്കാൻ, പരസ്പരം അംഗീകരിക്കുവാനായിട്ടും ഒക്കെ നാം പഠിക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ ബോണ്ട്സ് ഉണ്ടാകുമ്പോൾ മ്യൂസിക് ബ്രിങ്സ് പീപ്പിൾ ടുഗദർ, ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് കമ്മ്യൂണിറ്റി. എൻ്റെ സ്വന്തമാണ് എന്നുള്ളൊരു തോന്നൽ. ഇപ്പോൾ സോഷ്യൽ ബോണ്ട്സ് ഉണ്ടാക്കുന്നവിടെ കോഓപ്പറേഷൻ സ്കോപ്പുണ്ട്. പരസ്പരം സഹകരിച്ചാലേ അത് പറ്റുള്ളൂ. ആൻഡ് മ്യൂച്വൽ റെസ്പെക്റ്റ്. പരസ്പരം കലഹിച്ചുകൊണ്ടൊരു ബോണ്ട് ഉണ്ടാകാൻ പറ്റില്ലല്ലോ, പരസ്പരം ബഹുമാനിച്ചുകൊണ്ട്. എന്നെപ്പോലെയാണ് മറ്റുള്ളവരും എന്നതുപോലെയുള്ള എൻ്റെ വികാരങ്ങൾ തന്നെ എനിക്ക് റെസ്പെക്റ്റ് കിട്ടണോ, അതുപോലെ തന്നെ ദേ ഓൾസോ ഡിസേർവ് റെസ്പെക്റ്റ് എന്നുള്ളൊരു കാഴ്ചപ്പാടും സോഷ്യൽ ബോണ്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നു. പരസ്പരം അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. നെക്സ്റ്റ് പോയിന്റ്, എൻകറേജസ് റെസിലിയൻസ് ആൻഡ് കോപ്പിംഗ് മെക്കാനിസംസ്. റെസിലിയൻസ്, ഒരു വിഷമഘട്ടത്തിൽപ്പെട്ടു എങ്കിൽ അതിലൊന്ന് മുങ്ങിപ്പോവുകയാണോ വേണ്ടത്? ഷുഡ് കം ബാക്ക്, പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു വരണം. അതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ചു വരാൻ, നെഗറ്റിവിറ്റിയിൽ നിന്നും നമുക്ക് തിരിച്ചു വരാനായിട്ട് സംഗീതം സഹായിക്കുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു. ആൻഡ് കോപ്പിംഗ് മെക്കാനിസംസ് എന്താണ്? നമുക്ക് പലപ്പോഴും ഈ ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? ജീവിതം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് പറയാമോ? എന്തൊക്കെയാണ് നമ്മളെ ചലഞ്ചസ് ആയിട്ട് വരിക?
പ്രതിസന്ധികൾ വരും. കറക്റ്റ്. ആൻസൈറ്റി വരും. പല വിഘ്നങ്ങളും ഉണ്ടാവും, വിഘ്നങ്ങൾ വരും. അഡ്വേഴ്സിറ്റീസ് കം. പിന്നെ ആൻസൈറ്റി, സ്ട്രെസ് ഒക്കെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അനാരോഗ്യം ഇത് കറക്റ്റ്. ഇത് തെറാപ്യൂട്ടിക് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് മ്യൂസിക് ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട് മ്യൂസിക്. ഇതൊക്കെ ആയിട്ട് സമരസപ്പെട്ടു പോകുവാൻ, ടു കോപ്പ് വിത്ത്, കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് സംഗീതം വരുന്നു എന്നുള്ളതാണ്. സമരസപ്പെട്ടു പോകുവാൻ, അവയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുവാൻ, ആൻസൈറ്റി ആണെങ്കിൽ, സ്ട്രെസ് ആയാലും, വിഷമമായാലും, ദുഃഖമായാലും, പ്രതിസന്ധികളായാലും, അനാരോഗ്യമായാലും, ഇതൊക്കെ ആയിട്ട് ഇണങ്ങിപ്പോകാൻ, അല്ലെങ്കിൽ അതങ്ങ് വീണു പോകാതിരിക്കാൻ, അതുമായിട്ട് സമരസപ്പെട്ടു പോകാൻ സംഗീതം ഒരു കോപ്പിംഗ് മെക്കാനിസമായിട്ട്. പോസിറ്റീവ് മൈൻഡ് സെറ്റ്. കറക്റ്റ്. പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഓപ്പൺസ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളിലേക്കാണ് നമ്മളെ നയിക്കുക, അല്ലേ? പറഞ്ഞ പോലെ മാഡം പറഞ്ഞതാണ്, നമുക്ക് പോസിറ്റീവ് മൈൻഡ് വരും. ഇതൊന്നുമല്ല, ദർ ഈസ് ഓപ്പർച്യൂണിറ്റീസ്, വിശാലമായ അവസരങ്ങൾ ഇനിയുമുണ്ട്. ഞാൻ നിരാശപ്പെടേണ്ട കാര്യമില്ല, ഞാൻ ഈ ദുഃഖത്തിൽ ആഴ്ന്നു പോകേണ്ട കാര്യമില്ല, സ്ട്രെസ് ഞാൻ കൂടുതൽ അനുഭവിച്ച് ഞാൻ എന്നെ തന്നെ നശിപ്പിക്കേണ്ട. ദർ ഈസ് ഓപ്പർച്യൂണിറ്റീസ്, ദർ ഈസ് പോസിറ്റീവ് എൻവയൺമെൻറ്റ് വെയിറ്റിംഗ് ഫോർ അസ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കാനായിട്ട് സംഗീതത്തിന് സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ തിരിച്ചുവരവിന്, പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ. നമുക്ക് ദുഃഖങ്ങളുണ്ടാകും, വേർപാട്, ഇഷ്ടമുള്ളവരുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടിലൊക്കെ നമ്മൾ ദുഃഖിതരാകാം. പക്ഷെ തിരിച്ചു വരണം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ, മറ്റുള്ളവരുടെ ചൂഷണങ്ങൾ, ഇതിലൊക്കെ നമ്മൾ ആഴ്ന്നു പോകാതെ, നെഗറ്റിവിറ്റിയിലേക്ക് ആഴ്ന്നു പോകാതെ പോസിറ്റിവിറ്റിയിലേക്ക് കൈപിടിച്ച് ഉയർത്താനായിട്ട് സംഗീതത്തിന് സാധിക്കും. ക്യാൻ ഫോസ്റ്റർ റെസിലിയൻസ്, അഡാപ്റ്റബിലിറ്റി, അഡാപ്റ്റ് ചെയ്ത് പോകാനായിട്ട്, എല്ലാമായിട്ട് ഒത്തുപോകാനായിട്ട്, ആൻഡ് ഇമോഷണൽ വെൽബീയിങ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വൈകാരികമായ ആരോഗ്യം, ക്ഷേമം നിലനിർത്താനൊക്കെ സംഗീതം നമ്മളെ സഹായിക്കുന്നു. അതിൻ്റെയൊക്കെ സയൻസ് നമ്മൾ നേരത്തെ പഠിച്ചു. നമ്മുടെ ബ്രെയിനിൽ അത് ചെലുത്തുന്ന സ്വാധീനം കൊണ്ടാണ്. അതുപോലെ തന്നെ പുറപ്പെടുവിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ, ഡോപാമിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഉൽപ്പാദനം കൊണ്ടാണ്, പ്രൊഡക്ഷൻ കൊണ്ടാണ്. ഓക്കെ. ഫോസ്റ്റേഴ്സ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നിച്ചുള്ള അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനം. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. കൊളാബറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളാബറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേർന്ന് പോവുക, ചേർന്ന് പാടുക. ഇപ്പോൾ ഒരു ഒരുമിച്ച് ചേർന്ന് പോവുക എന്നുള്ളതാണ് കൊളാബറേറ്റ് വിത്ത്. ഇപ്പോൾ ചില ബിസിനസ്സുകൾ പോലും ഇൻ കൊളാബറേഷൻ നടത്താറുണ്ട്. ഇവിടെ ഇപ്പോൾ ഇൻഡിവിജ്വൽസ് കൊളാബറേറ്റ് ചെയ്യാറുണ്ട്, പരസ്പരം ചേർന്ന് കൊളാബറേറ്റ്. ഇപ്പോൾ ഒരു ഡ്യുവറ്റ് എന്ന് പറയുന്നത് ഒരു കൊളാബറേഷനാണ്. പാട്ട് അങ്ങനെയും പറയാം. കൊളാബറേഷൻ. അപ്പോൾ അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നു. This develops essential skills such as problem solving, negotiation and leadership. ടീം വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടീം എന്ന് പറയുമ്പോൾ അതിനൊരു ലീഡർ ഉണ്ടാവും, അല്ലേ? അവരിൽ തന്നെയുള്ള ഒരാളായിരിക്കും ലീഡറായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരാനും ഒക്കെ സഹായിക്കുന്നത് മ്യൂസിക്. അപ്പോൾ പ്രത്യേകിച്ച് മ്യൂസിക് മേക്കിംഗ്, പാട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ അവിടെ പല വിഭാഗങ്ങളുമുണ്ട്. ഒരു മ്യൂസിക് മേക്കിങ്ങിൽ ലിറിക്സ് വേണം, മ്യൂസിക് വേണം, പശ്ചാത്തല സംഗീതം വേണം, ഓരോരോ ഉപകരണം, ഇതെല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകുക, ചേർത്ത് കൊണ്ടുപോകുന്നതാണ് കൊളാബറേഷൻ, ടീം വർക്ക്. Then this develops essential skills such as problem solving. വിഷയങ്ങൾ വരും, പ്രോബ്ലംസ് വരും. ടീം വർക്ക് ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഒരേപോലെ അങ്ങോട്ട് ചിന്തിച്ചൊന്നും വരില്ല. അപ്പോൾ അവിടെ പ്രോബ്ലംസ് വരുമ്പം
പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് അവിടെ തന്നെ ഉണ്ടാകുന്നു. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, അതിൻ്റെ ലീഡർഷിപ്പ്, ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ ടീം വർക്ക് ഫോസ്റ്റർ ചെയ്യുന്നത് കൊണ്ട്, മ്യൂസിക് ടീം വർക്ക് പരിപോഷിപ്പിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ലാസ്റ്റ് വൺ പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ സോഷ്യൽ കമൻ്ററി ആൻഡ് ആക്ടിവിസം. സോഷ്യൽ കമൻ്ററി എന്ന് പറഞ്ഞാൽ സോഷ്യൽ സമൂഹത്തിലുള്ള ഒരു ചർച്ചാ വിഷയം, അതിനൊരു പ്ലാറ്റ്ഫോം നൽകുകയാണ് മ്യൂസിക് ചെയ്യുന്നത്. മ്യൂസിക് അങ്ങനെ വിപ്ലവകരമായ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കുവാനായിട്ട് മ്യൂസിക് പ്രയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ആക്ടിവിസം, സമരങ്ങളിലുമൊക്കെ നമുക്കറിയാം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മ്യൂസിക് ഹാസ് ലോങ് ബീൻ പവർഫുൾ ടൂൾ ഫോർ സോഷ്യൽ കമൻ്ററി, ആക്ടിവിസം ആൻഡ് ചേഞ്ച്. അതിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവന്ന സംഭവങ്ങളും ചരിത്രത്തിൽ ഉണ്ട്. അപ്പോൾ അത് സോഷ്യൽ ഇഷ്യൂസിലും ഒക്കെ സംഗീതം ഉപയോഗിച്ചുകൊണ്ട് സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസ്, നമ്മളിപ്പോൾ ഒരു 10 വാല്യൂസ് പറഞ്ഞു, അതെല്ലാം വാല്യൂസ് പരിപോഷിപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ എന്തൊക്കെയാണ് ക്വാളിറ്റിയും വ്യക്തിത്വവും എല്ലാം വളർത്തുവാൻ, മനുഷ്യൻ്റെ വിലയും നിലയും ക്വാളിറ്റിയും ഇൻഡിവിജ്വാലിറ്റിയും നമുക്ക് പറയുകയാണെങ്കിൽ അവൻ്റെ ജീവിതം നിർമ്മിക്കുന്നതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്, ഇതിനെല്ലാം മനോഹരമാക്കുവാൻ, ചെത്തിമിനുക്കുവാൻ സംഗീതം സഹായിക്കുന്നു എന്നുള്ളതാണ് മൊത്തത്തിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ സംഗീതത്തിൻ്റെ ആ പ്രത്യേകതകൾ ആലോചിച്ചുകൊണ്ട് സംഗീതത്തോട് കൂടുതൽ നമുക്ക് ചേർന്ന് നിൽക്കുവാനും സംഗീതത്തെ സന്തത സഹചാരിയാക്കുവാനും തീരുമാനമെടുക്കാം എന്നുള്ളതാണ് പറയുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് കാണുന്ന വിദ്യാർത്ഥികളിലായാലും യുവാക്കളിലായാലും മുതിർന്നവരിലായാലും കാണുന്ന മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാകുവാൻ സംഗീതത്തിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എത്രയോ സമയമാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും മൊബൈലിലും, അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഇഷ്യൂ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കുട്ടികളായാലും മുതിർന്നവരായാലും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനവും സംഗീതത്തോട് കൂടുതൽ താല്പര്യം കാണിക്കുമ്പോഴത്തേക്കും ഉണ്ടാവും. ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മളിൽ വളരുന്നതിനോടൊപ്പം നമുക്ക് തെറ്റായ വഴികളിലൂടെ, തെറ്റായ ദിശകളിലൂടെ സഞ്ചരിക്കുന്നതിൽ നിന്ന് ഒന്ന് പിൻവാങ്ങാനും ഒരു അവസരമായി ഇത് മാറും എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ് അവസാനിക്കുകയാണ്. അടുത്തത് ഓവർ ടു ഷാബു കേരളം സാർ. ഷാബു സാർ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രൊഫസർ ഒന്നും ഇല്ലല്ലേ? ഓക്കെ, നമുക്കിപ്പം നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം. നെക്സ്റ്റ് സെഷൻ എന്ന് പറയുമ്പം ഇന്നത്തെ ദിവസം നമുക്ക് അർജുനൻ മാഷിൻ്റെ ദിവസമായിട്ടാണ് നമ്മൾ കാണുന്നത്. വളരെ പ്രശസ്തനായ ഒരു വ്യക്തി, പാട്ടുകളിലൂടെ നമുക്ക് എക്കാലവും ഓർമ്മിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം. മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു സംഗീത സംവിധായകനായിരുന്നു MK അർജുനൻ, അല്ലെങ്കിൽ അർജുനൻ മാസ്റ്റർ. മാളിയേക്കൽ കൊച്ചുകുഞ്ഞ് അർജുനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. 150ഓളം മലയാള ചിത്രങ്ങൾക്കും നിരവധി നാടകങ്ങൾക്കും, അദ്ദേഹത്തിൻ്റെ ചില നാടക ഗാനങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരും, ആൽബങ്ങൾക്കും സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. മാനത്തിൻ മുറ്റത്ത്, ഹൃദയമൊരുകി നീ, പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, യദുകുല രതിദേവൻ എവിടെ, നിൻമണിയറയിലെ കസ്തൂരി മണക്കുന്നല്ലോ, ചന്ദ്രോദയം കണ്ട്, ചെട്ടികുളങ്ങര ഭരണിനാളിൽ, 1000 അജന്ത ശില്പങ്ങളിൽ എന്നിങ്ങനെ നിരവധി ഹിറ്റ് ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വന്നത്. ഇവയിൽ ഭൂരിപക്ഷവും നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്, മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ്.
തന്റെ 84-ാമത്തെ വയസ്സിൽ ഏപ്രിൽ 6, 2020 തിങ്കളാഴ്ച ആണ് അദ്ദേഹം കൊച്ചി പള്ളുത്തുരിയിൽ വെച്ച് അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ചിരട്ടപ്പാലത്ത് കൊച്ചുകുഞ്ഞിൻ്റെയും പാറുവിൻ്റെയും ഏറ്റവും ഇളയവനായിട്ടാണ് അർജുനൻ മാസ്റ്റർ ജനിച്ചത്. 14 പേർ ജനിച്ചെങ്കിലും 2 പെൺകുട്ടികൾ 2 ആൺകുട്ടികളും അടങ്ങുന്ന 4 പേർ മാത്രമാണ് അവസാനം ഉണ്ടായത്. ഇവരിൽ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ആസ്പിൻ വാൾ എന്ന് പറയുന്ന മട്ടാഞ്ചേരിയിൽ ഒരു കമ്പനിയുണ്ട്. അവിടെയായിരുന്നു അദ്ദേഹത്തിന് അച്ഛൻ ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് അർജുനൻ മാസ്റ്റർക്ക് വെറും 6 മാസം മാത്രമേ പ്രായമുള്ളൂ. അമ്മയുടെ ശക്തിയായ ജീവിത സാഹചര്യങ്ങളെ പടവെട്ടി അദ്ദേഹം 2ാം ക്ലാസ് വരെ പഠിച്ചു. തുടർന്ന് പഠിക്കാൻ അവസരം ലഭിച്ചില്ല. പലഹാരമൊക്കെ ഉണ്ടാക്കി വിറ്റ് തൻ്റെ സഹോദരങ്ങളുടെ വിശപ്പടക്കാൻ അദ്ദേഹം ഒത്തിരി പാടുപെട്ടതായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ച് നമുക്കറിയാം. വീടുകളിൽ ജോലിക്ക് നിന്നും ചുമടെടുത്തും കൂലിപ്പണി ചെയ്തുമൊക്കെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നീക്കിയതായി വായിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാമൻ വൈദ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സാമൂഹിക പ്രവർത്തകൻ, അദ്ദേഹത്തെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിച്ചത്. സംഗീത ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ നാരായണസ്വാമി എന്ന് അറിയപ്പെടുന്ന ഒരു ആശ്രമത്തിൻ്റെ അധിപനാണ് അദ്ദേഹത്തിൻ്റെ സംഗീത വാസനയെക്കുറിച്ച് അറിയുന്നതും. ആ ആശ്രമത്തിൽ ഒരു അന്തേവാസിയായി അദ്ദേഹം കുറേ കാലം നടന്നു. സംഗീത കച്ചേരികൾ നടത്തിയും ഒക്കെ പുലിവലയൊക്കെ ചെയ്തൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. ഹാർമോണിയം വായന പിന്നീട് അദ്ദേഹം തൊഴിലാക്കി മാറ്റി. അങ്ങനെ കൊച്ചു നാടക ട്രൂപ്പുകൾക്ക് വേണ്ടിയായിരുന്നു തുടക്കം. അങ്ങനെയുള്ള ഒരു ഗാനമാണ് തമ്മിലടിച്ച തമ്പുരാക്കൾ. ഈ ഗാനത്തിന് ആദ്യമായി ഈണം പകർന്നു. ആ ഗാനം വിജയിച്ചതോടുകൂടി അദ്ദേഹം നിരവധി നാടക ഗാനങ്ങൾ ഈണം പകരാനുള്ള അവസരം ലഭിച്ചു. 1964 അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു. ഭാര്യയുടെ പേര് ഭാരതി. 5 മക്കൾ: അശോകൻ, അനിൽ, രേഖ, നിമ്മി, ശ്രീകല. ദേവരാജൻ മാസ്റ്ററുമായിട്ടുള്ള പരിചയമാണ് അദ്ദേഹത്തെ ചലച്ചിത്ര രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. കാളിദാസ കലാകേന്ദ്രത്തിന്റെ ദേവരാജൻ മാസ്റ്ററിനെ സഹായിയായി അദ്ദേഹം ഹാർമോണിയം വായിച്ചു തുടങ്ങി. 68 കറുത്ത പൗർണമി എന്ന ചിത്രത്തിലെ 5 ഗാനങ്ങളുടെ മലയാള സിനിമാ രംഗത്ത് തൻ്റെതായ പേർ അദ്ദേഹം എഴുതി ചേർത്തു. തുടർന്ന് പി ഭാസ്കരൻ പാട്ട് എഴുതി കൊടുത്തപ്പോൾ ആ പാട്ടാണ് ഹൃദയമൊരുകി നീ കരയുകയില്ലെങ്കിൽ കഥനം നിറയും ഒരു കഥ പറയാം. തുടർന്ന് ശ്രീകുമാരൻ തമ്പി ആയിട്ട് പരിചയപ്പെടുന്നു. ചിത്രമേള, വെളുത്ത കത്രീന തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടി ദേവരാജൻ മാഷുമായി ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ വയലാർ, പി ഭാസ്കരൻ, ONV കുറുപ്പ് എന്നിവർക്കൊക്കെ ഒപ്പം പ്രവർത്തിച്ചു. എല്ലാ ഗായകർക്കും അവസരം കൊടുത്തിട്ടുണ്ടെങ്കിലും KJ യേശുദാസ്, ജയചന്ദ്രൻ, വാണി ജയറാം എന്നിവരാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ ആലപിച്ചത്. വെള്ളാരം കുന്നിലെ വെള്ളിമീനുകൾ എന്ന ചിത്രത്തിനായി രാജീവ് ആലിങ്കൽ രചിച്ച ഗാനങ്ങൾക്കാണ് MK അർജുനൻ അവസാനമായി ഈണം നൽകിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ഭാമിനി ആദ്യത്തെ കഥ, തളിർവലയോ താമരവലയോ, ശീനവല എന്ന ചിത്രത്തിലെ മല്ലീസായക എന്നുള്ള സൂര്യവംശത്തിലെ ദ്വാരകെ, ഹലോ ഡാർലിംഗ്, ആദ്യത്തെ കഥ എന്ന സിനിമയിലെ ആലുവ പുഴയ്ക്കക്കരെ ഒരു പൊന്നമ്പലം, പിന്നെ ഹലോ ഡാർലിംഗിലെ കാറ്റിൻ ചിലമ്പൊലിയോ, അങ്ങനെ അനേകം പാട്ടുകൾ. നീലക്കുട നിവർത്തി വാനം, പാടാത്ത വീണയും പാടും, മല്ലികപ്പൂവിൻ മധുരഗന്ധം, നിൻമണിയറയിലെ, യദുകുല രതിദേവനെവിടെ, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, സുഖമൊരു ബിന്ദു. അനേകം പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. കേരള സംഗീത അക്കാദമി ഫെലോഷിപ്പ് 2008 അദ്ദേഹത്തിന് കൊടുത്തു. മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചരിത്ര പുരസ്കാരം 2017 അദ്ദേഹത്തിന് ലഭിച്ചു.
2020 ഏപ്രിലാണ് അദ്ദേഹം മരിച്ചത്. മരിക്കുമ്പോൾ 84 വയസ്സായിരുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന അനേകം പാട്ടുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച അർജുനൻ മാസ്റ്ററെ നമുക്ക് ഹൃദയത്തിൽ ഒന്ന് ഓർക്കാം. അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ അദ്ദേഹത്തിനൊരു പുഷ്പാഞ്ജലി അർപ്പിക്കാം. അദ്ദേഹം ജനിച്ചത് ഈ മാർച്ച് മാസത്തിലും അദ്ദേഹത്തിന്റെ മരണം ഏപ്രിൽ മാസത്തിലുമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അർജുനൻ മാസ്റ്ററെ ഇന്ന് ഓർക്കുന്നത്. നമുക്ക് നേരെ അർജുനൻ മാസ്റ്ററിന്റെ പാട്ടുകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട ചില പാട്ടുകൾ നമ്മൾ ഓൾറെഡി PPT ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കതൊക്കെ പാടി നമ്മുടെ വാക്കുകളിൽ പാടി ആ വാക്കുകളിലൂടെ ഒരു സ്മരണാഞ്ജലി അർപ്പിക്കാം. ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് MJ അർജുനൻ മാസ്റ്ററിന്റെ മ്യൂസിക്കിൽ, സംഗീതത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി KJ യേശുദാസ് പാടിയ റസ്റ്റ് ഹൗസ് എന്ന സിനിമയിലെ പാടാത്ത വീണയും പാടും. അതിൻ്റെ രാഗം എന്ന് പറയുന്നത് സിന്ധു ഭൈരവിയാണ്. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള മനോഹരമായ ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് പാടിക്കൊണ്ട് ആരംഭിക്കാം. ആരാണ് പാടാൻ വരുന്നത് ആദ്യം? പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും. ഓക്കെ, അപ്പൊ പാട്ട് തുടങ്ങാം. ആരാണ് പാടുന്നത്? പാടും. ശ്രീകുമാരി മാം പാടിക്കോ. എല്ലാവർക്കും രണ്ടുപേരും പാടാം. പാട്ടിന്റെ ഭംഗിയല്ല നമ്മൾ അദ്ദേഹത്തിന്റെ ആരെങ്കിലും ഒരാൾ ആദ്യം പാടിയാ പിന്നെ പാടാമായിരുന്നു. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. വേണുഗോപാൽ സാർ പാടിക്കോളൂ. ഞാൻ ഇടയ്ക്ക് പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. സ്വപ്നങ്ങളാൽ പ്രേമ സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. നീലമലർമിഴി തൂലിക കൊണ്ടെത്ര നിർമ്മല മന്ത്രങ്ങൾ നീ എഴുതി, മറക്കുകില്ല മറക്കുകില്ല ഈ ഗാനം നമ്മൾ മറക്കുകില്ല. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും. അതിന്റെ വാക്കുകൾ അങ്ങനെയല്ലേ? മറക്കുകയില്ല, മറക്കുകയില്ല. അപ്പൊ അത് പാടാത്ത വീണയും പാടും. ഈ വാക്കുകൾ കേട്ടാൽ ആർക്കും പാടാം. പാടിയോ ശ്രീകുമാരി മാം? പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും. സ്വപ്നങ്ങളാൽ പ്രേമ സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ. ഞാൻ പാടത്തേക്ക് പാടും. പഠിക്കും.
പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത മാനസ വീണയും പാടും പാടാത്ത വീണയും പാടും സ്വപ്നങ്ങളാൽ പ്രേമ സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹ നവയൗവനം സ്വപ്നങ്ങളാൽ പ്രേമ സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹ നവയൗവനം നീലമലർമിഴി തൂലിക കൊണ്ടെത്ര നിർമ്മല മന്ത്രങ്ങൾ നീ എഴുതി ഓ ഓ മറക്കുകില്ല മറക്കുകില്ല ഈ ഗാനം നമ്മൾ മറക്കുകില്ല പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത മാനസ വീണയും പാടും പാടാത്ത വീണയും പാടും. താങ്ക് യു. ഓക്കെ, ജോഷ് സാർ പാടും. അതിനുശേഷം ഉലവനാൻ സാർ പാടും. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത വീണയും പാടും സ്വപ്നങ്ങള പ്രേമ സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹ നവയൗവനം നീലമലർമിഴി തൂലിക കൊണ്ടത്ര നിർമ്മല മന്ത്രങ്ങൾ നീ എഴുതി ഓ മറക്കുകില്ല മറക്കുകില്ല ഈ ഗാനം നമ്മൾ മറക്കുകില്ല പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത വീണയും പാടും. ഓക്കെ, ഉലവനാൻ സാർ പാടിക്കൂ. അൺമ്യൂട്ട് ചെയ്യും. എന്നെയാണോ സാറെ വിളിച്ചത്? ആ, സാറിനെ വിളിച്ചത്. രണ്ടുപേരും മൂളാം, ദേഷ്യപ്പെടരുത്. ഗായകനല്ലേ, നമ്മുടെ അതെ ഗായകനല്ലേ. അല്ല, അതുകൊണ്ടല്ലേ ഈ പ്രേമെന്ന് വന്നപ്പോ ഞാൻ പാടാന്ന് പറഞ്ഞതാണ്. അല്ലതേ ജോർജ് സാറ് കയറി പാടും. സാറ് ഒരുങ്ങിക്കൊണ്ടിരിക്കുക, അത് പെട്ടെന്ന്. ഞാൻ കഴിഞ്ഞിട്ട് ജോർജ് സാറിന് കൊടുക്കുള്ളൂ. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത മാനസ വീണയും പാടും സ്വപ്നങ്ങളാൽ പ്രേമ സ്വർഗങ്ങൾ നോക്കുന്ന ശില്പിയാണീ മുഖയൗവനം പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഷീല മാം പാടിക്കും. ജോർജ് സാറ് പാടുന്നില്ലേ സാറേ? ഷീല മാം പഠിക്കുള്ളൂ. സാർ വന്നോളൂ. പാടാത്ത വീണയും പാടും
പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. സ്വപ്നങ്ങളാൽ പ്രേമ സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. സ്വപ്നങ്ങളാൽ പ്രേമ സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. നീലമലർമിഴി തൂലിക കൊണ്ടത്ര നിർമ്മല മന്ത്രങ്ങൾ നീ എഴുതി. ഓ ഓ മറക്കുകില്ല, മറക്കുകില്ല, ഈ ഗാനം നമ്മൾ മറക്കുകില്ല. പാടാത്ത വീണയും പാടും, പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത മാനസ വീണയും പാടും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഇനി ആരുള്ള? ജോർജ് സാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ജോർജ് സാർ, യെസ്. ഓക്കെ, താങ്ക് യു സാർ. പാടാത്ത വീണയും പാടും, പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത മാനസ വീണയും പാടും. സ്വപ്നങ്ങളാൽ പ്രേമ സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. നീലമലർമിഴി തൂലിക കൊണ്ടെത്ര നിർമ്മല മന്ത്രങ്ങൾ നീ എഴുതി. ഓ മറക്കുകില്ല, മറക്കുകില്ല. താങ്ക് യു സർ. താങ്ക് യു സാർ. ഇനി ആർക്കെങ്കിലും പാടാണ്ടെങ്കിൽ പാടാം കേട്ടോ, ഇല്ലെങ്കിൽ പാടി പാടി. യെസ്. പാടാത്ത വീണയും പാടും, പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. സ്വപ്നങ്ങളാൽ പ്രേമ സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. സ്വപ്നങ്ങളാൽ പ്രേമ സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. നീലമലർമിഴി തൂലിക കണ്ടെത്ര നിർമ്മല മന്ത്രങ്ങൾ നീ എഴുതി. മറക്കുകില്ല, മറക്കുകില്ല, ഈ ഗാനം നമ്മൾ മറക്കുകില്ല. താങ്ക് യു സാർ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിപ്പോ? ഇല്ല. ഓക്കെ, അപ്പൊ അടുത്ത പാട്ടെന്ന് പറയുന്നത് സ്വല്പം കൂടെ പ്രത്യേകതയുള്ള പാട്ടാണ്. കെ ജെ യേശുദാസും വാണി ജയറാം കൂടെ ചേർന്ന് പാടിയത്. പിക്നിക്കില് ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ, മ്യൂസിക് എം കെ അർജുനൻ. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി. ശരിക്കും അറിയാവുന്നവർ പാടിക്കേ, ബാക്കിയുള്ളവർക്ക് ചേർന്ന് പാടാൻ പാകത്തിന്. ഷീല മാം ഒന്ന് പാടും. ഞാൻ ഈ പാട്ട് പാടി നോക്കിയില്ല, എങ്കിലും ഞാൻ ഒന്ന് പാടാം സാറേ. ഓക്കെ. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി, വൈശാഖരാത്രിയൊരു
മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരു മന്ദാരപ്പൂവിൻ മണമുണ്ടു പറക്കും മാലേയ കുളിർ കാറ്റിൽ മന്ദാരപ്പൂവിൻ മണമുണ്ടു പറക്കും മാലേയ കുളിർ കാറ്റിൽ വന്ദനമാലതൻ നിഴലിൽ നീയൊരു ചന്ദനലത പോൽ നിൽക്കും വാർമുകിൽ വാതിൽ തുറക്കും വാൽ കണ്ണെഴുതി വനപുഷ്പം വൈശാഖരാത്രിയൊരു മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരു മനോഹരമായിട്ട് പാടി. ഈ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല, പാട്ട് മനസ്സിൽ കിടക്കുന്നത് കൊണ്ട്. അതാണ് ഷീല മാഡം വളരെ മനോഹരമായിട്ട് പാടി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാ വരികൾ അതല്ലേ സാറ് തരുന്നത്. വരികൾ വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ജോസഫ് സാറേ ഒരു പാട്ട്. ഇത് തന്നെയാണോ? ഇത് പാടും. ബാക്കിയുള്ളവർ പാടാനൊരു ബാക്കിയൊക്കെ ഇൻസ്പിറേഷൻ വരും. അൺമ്യൂട്ട് കേൾക്കുന്നില്ല. വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുങ്ങും മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി. എത്ര മനോഹരമായിട്ടാണ് അല്ലേ അതിൻ്റെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. സംഗീതം MK അർജുനൻ മാഷ്, ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ വാണിജ്യറാം ആണ് ഫീമെയിൽസ് വോയിസ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഒരു പ്രത്യേക ഒരു നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മളെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും. ബിനമാം പാടിക്കോ. ബാക്കി പാടിക്കോളൂ ആരെങ്കിലും. ബിനമാം. ചൊല്ലിയൊക്കെ യെസ്. വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുങ്ങും മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലികയൊരുങ്ങും വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി മന്ദാരപ്പൂവിൻ മണമുണ്ട് പറക്കും മാലേയ കുളിർ കാറ്റിൽ മന്ദാരപ്പൂവിൻ മണമുണ്ട് പറക്കും മാലേയ കുളിർ കാറ്റിൽ വന്ദനമാലതൻ നിഴലിൽ ഒരു ചന്ദനലത പോൽ നിൽക്കും മാർമുകിൽ വാതിൽ തുറക്കും വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുങ്ങും മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും
താങ്ക് യു സർ. മനോഹരം. ഇനി ആരാണ് പാടുന്നത്? അതെ, ജോഷി സർ. വെരി ഗുഡ്. ഞാൻ പാടാം സാറേ. മന്ദാരം വനപുഷ്പം ജോഷി സാർ പാടൂ. ജോഷി സാർ പാടൂ. ജോഷി സാർ പാടിക്കോ. വാൽക്കൺ വോയിസ് ക്ലിയർ അല്ല, ഒന്ന് അടുത്ത് മൈക്ക് അടുത്ത് പിടിക്കണേ. ജോഷി സാറെ കേൾക്കുന്നില്ല. ഇല്ലേ? ആ. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. കേൾക്കുന്നില്ല. പാടിക്കോ. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രി ഒരുങ്ങും മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖ രാത്രി ഒരുങ്ങും വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖ രാത്രി ഒരുങ്ങും മന്ദസ്മിതമാ ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖ രാത്രി ഒരുങ്ങും. താങ്ക് യു ജോഷി സാർ. നല്ല ആസ്വദിച്ച് പാടി. ഓക്കെ. ശ്രീകുമാരി മാം പാടിക്കൂ. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുങ്ങും മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രി ഒരു മന്ദാരപ്പൂവിൻ മണമുണ്ടു പറക്കും മാലേയ കുളിർ കാറ്റിൽ. മന്ദാരപ്പൂവിൻ മണമുണ്ടു പറക്കും മാലേയ കുളിർ കാറ്റിൽ. വന്ദനമാലതൻ നിഴലിൽ നീ ചന്ദനഗത പോൽ നിൽക്കും. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി. താങ്ക് യു. ഓക്കെ. ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? പാടുന്നുള്ളവർ അഡ്മിറ്റ് ചെയ്യൂ. അല്ലെങ്കിൽ അടുത്ത പാട്ടിപ്പോ രമാവതി മാം പാടിക്കൂ. യെസ്. 4 വരി പാടണോ? ഓക്കെ. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുങ്ങും മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും. താങ്ക് യു സാർ. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രി ഒരുങ്ങും മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും. ഓക്കെ. അടുത്ത പാട്ട് ഒരുപക്ഷെ അത്രയ്ക്ക് മനോഹരമായ ഒരു പാട്ടാണ്. അർജുനൻ മാഷ് തൻ്റെ ജീവിതത്തിൽ നിന്ന് കൃത്യമായിട്ട് അതിന് മ്യൂസിക് കൊടുത്തു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. റെസ്റ്റ് ഹൗസിൽ തന്നെ സിന്ധു ഭൈരവി രാഗത്തിലുള്ള ശ്രീകുമാരൻ തമ്പി രചിച്ച കെ ജയേശുദാസ് പാടിയ എല്ലാ ദുഃഖവും എനിക്ക് തരൂ എൻ്റെ പ്രിയ സഖി പോയി വരും. യെസ്. ആരാണ് പാടുന്നത്?
എല്ലാ ദുഃഖവും എനിക്കു തരൂ. ഷാലി മാം പഠിക്കും. ഇന്റർനെറ്റ് ഇത്തിരി മോശമാണ്, ഞാൻ പാടി നോക്കാം. ഇവിടെ നോക്കൂ. എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. മനസ്സിൽ പടരും ചിതയില്ലെന്നുടെ മാണിക്കിനാവുകൾ എരിയുമ്പോൾ എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. കഴിഞ്ഞ കഥകൾ മറക്കുക നീ, കണ്ണീർ മുത്തിനു വിട പറയൂ. കഴിഞ്ഞ കഥകൾ മറക്കുക നീ, കണ്ണീർ മുത്തിനു വിട പറയൂ. മധുവിതുരാവുകൾ മാദകരാവുകൾ, മധുവിതുരാവുകൾ മാദകരാവുകൾ മദനോത്സവമായി ആഘോഷിക്കൂ. എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. താങ്ക് യു. ഓക്കെ, ഇനി ആരുള്ള? എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. മനസ്സിൽ പടരും ചിതയിൽ എന്നുടെ മണിക്കിനാവുകൾ എരിയുമ്പോൾ എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. കഴിഞ്ഞ കഥകൾ മറക്കുക നീ, കണ്ണീർ മുത്തിനു വിട പറയൂ. മധുവിതുരാവുകൾ മാതകരാവുകൾ മദനോത്സവമായി ആഘോഷിക്കൂ. എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. മനസ്സിൽ പടരും ചിതയിൽ നമ്മുടെ മണിക്കിനാവുകൾ എരിയുമ്പോൾ എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. കഴിഞ്ഞ കഥകൾ മാമകനീ, കണ്ണീർ മുത്തിനു വിട പറയൂ. എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി
പോയി വരൂ. സുമംഗലി നീ മറക്കുകയും ഇതിലെ തെറ്റുണ്ടല്ലോ സാറ് ലാസ്റ്റ് ഒന്ന് എടുക്കാവോ? ഇത്ര ഉള്ളൂ സാറേ. സുമംഗലി നീ പോയി വരൂ, ജീവിത സുഖങ്ങൾ നിന്നെ തഴുകട്ടെ, ഇവിടെ ഞാനും എന്നോർമകളും ഇരുളിൽ അലയുകയായി, എല്ലാ ദുഃഖവും എനിക്കു തരൂ എൻ്റെ പ്രിയ സഖി, പോയി വരൂ. മനസ്സിൽ പടരും ചിതയിൽ എന്നുടെ മണിക്കിനാവുകൾ എരിയുമ്പോൾ, എല്ലാ ദുഃഖവും എനിക്കു തരൂ എൻ്റെ പ്രിയ സഖി, പോയി വരൂ. ഓക്കെ. ഇനി ആർക്കെങ്കിലും ദുഃഖം കൊടുക്കാനുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ അടുത്ത പാട്ടിലേക്ക് പോവാം. 1000 കാതമകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കും. ആരാണ് പാടുന്നത്? ആദ്യം ഖാൻ സാഹിബിന്റെ ലിറിക്സ് ആണ് ഹർഷബാഷ്പം എന്ന സിനിമ. ഞാൻ പാടിയോട്ടെ സാറേ? യെസ്, പാടും. 1000 കാതമകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കൂ. 1000 കാതമകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം, സഫാ മാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം, സാഫല്യം നേടി തേടിയോരെല്ലാം. 1000 കാതമകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കൂ. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദരമാംഗലികൾ? കുളിരിടും വാക്യങ്ങൾ എന്നുടെ കരളിലെ കറകൾ കഴുകിടുന്നു. 1000 കാതമകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം, സഫാ മാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം, സാഫല്യം നേടി. താങ്ക് യു. 1000 കാതമകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കൂ. 1000 കാതമകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കൂ. ലക്ഷങ്ങളെത്തി
നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവ മലയുടെ ചോട്ടിൽ സാഫല്യം തേടിയോരല്ല സാഫല്യം തേടിയോരല്ല. ആയിരം കാത മകലയാണെങ്കിലും മായാതെ മനസ്സിൽ തണലായി തുണയായി സംസം കിണറിനും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം കാലപ്പഴക്കത്താൽ കാലപ്പഴക്കത്തിലും മായാതെ മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ ഓക്കെ, ശ്രീകുമാരിമാൻ പഠിക്കും. ആയിരം കാതമകലെയാണെങ്കിലും ആയാതെ മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ ഷീലമാൻ പാടുന്നുണ്ടോ? ഓക്കെ, രമാവതിമാൻ പഠിക്കും. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം തണലായി തുണയായി സംസം കിണറിനും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ ഖുറാന്റെ കുളിരിടും വാക്യങ്ങളിന്നോടെ കരളിലെ കറകൾ കഴുകിടുന്നു. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരുള്ള? ഷീലമ്മ ഉണ്ടോ? വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? ഒന്ന് നോക്കാം സാറേ. ശരി. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം തേടിയൊരു തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ
ബിലാലിൻ സുന്ദര ബാങ്കുലികൾ ഖുറാന്റെ കരളിടും വാക്യങ്ങൾ എന്നുടെ കരളിലെ കറകൾ കഴുകിടുന്നു. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം തേടി തേടിയില്ല. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ, ഇനി ആരുള്ളത്? ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിൽ പോവാം. അടുത്ത പാട്ട് എന്ന് പറയുന്നത് ഈ പാട്ടാകാം, ഹൃദയമുരുകി നീ കരയുകയില്ലെങ്കിൽ. ഇത് ഇത്ര എന്താ പറയുന്നത്, ഫീലോടുകൂടി പാടാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി ഈ വാക്കുകൾക്ക് ഒത്തിരി അർത്ഥമുണ്ട്. ആർക്കെങ്കിലും പാടാൻ പറ്റുന്നവരൊന്ന് പാടും, ബാക്കിയുള്ളവർക്ക് പാടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഹൃദയമുരുകി നീ കരയുകയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. ഓക്കെ, ആർക്കാ പറ്റുന്ന? ശിലാമൊന്ന് നോക്കൂ, പറ്റുമോ? സാറേ, എനിക്ക് ഈ പാട്ട് അത്ര എനിക്ക് പോരാ. ഞാൻ ഓക്കെ, വേറെ ശ്രദ്ധിച്ചില്ല. ആരെങ്കിലും ഉണ്ടോ? ബിനമാം ആരെങ്കിലും? ഒരു മാസ്റ്റർ പീസാണ് അർജുനൻ മാഷിന്റെ. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയും കഥ പറയാം. തകരുമൻ സങ്കൽപ്പത്തിൽ തന്ത്രികൾ മീട്ടി തരളമധുരമൊരു പാട്ടുപാടാം. ബാല്യത്തിൻ മലർവനം കാലം ചുട്ടരിച്ചപ്പോൾ ബാഷ്പത്തിലെഴുതിയ കവിത പാടാം. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. 2 വരി പാടി നോക്കട്ടെ സാറേ. ഓക്കെ, ഷുവർ. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. പാടണുള്ളൂ സാർ. ഞാനൊന്ന് നോക്കാം. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. തകരുമെൻ സങ്കൽപ്പത്തിൻ തന്ത്രികൾ മീട്ടി തരളമധുരമൊരു പാട്ടുപാടാം, പാട്ടുപാടാം. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ. ബാല്യത്തിൻ മലർവനം കാലം ചുട്ടരിച്ചപ്പോൾ ബാഷ്പത്താലെഴുതിയ കവിത പാടാം. ബാല്യത്തിൻ മലർവനം കാലം ചുട്ടരിച്ചപ്പോൾ ബാഷ്പത്താലെഴുതിയ കവിത പാടാം. ഉയരുമെൻ ഗഗതം തടയുകില്ലെങ്കിൽ ഞാൻ
കരളിന്റെ കരളിലെ കവിത പാടാ ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ. പാട്ട് കേട്ടാൽ ഹൃദയം ഉരുകിപ്പോവും അല്ലേ? ഒറിജിനൽ പാട്ട് കേട്ടാൽ ഭയങ്കര ഫീലുള്ള പാട്ടാ. ഭയങ്കര ഫീലായി. ഭയങ്കര ഫീലാ. നമുക്ക് ഇതൊക്കെ പാടി കേട്ട് കഴിഞ്ഞാൽ പകുതി വിഷമം മാറും അല്ലേ? അതെ അതെ, നമ്മളെ ട്രാൻസ്ഫർ ചെയ്യുക, ഈ അതെ വിഷമം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോ ശരി, ഒരു ആശ്വാസം. അതുകൊണ്ടാണ് ഈ ദുഃഖ സോങ്സ് ഒക്കെ നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്നത്, ഇഷ്ടപ്പെടുന്നു. നമ്മളെ മനസ്സിലുള്ള ദുഃഖത്തിന്റെ ഒരു ട്രാൻസ്ഫറൻസ് അവിടെ നടക്കും. ഇതിനെ ഷെയർ ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ സാധിക്കും. ചുരുക്കം ചിലവര് ഇതിനെ ആസ്വദിക്കാറുണ്ട് വളരെ. കാരണം ഇത് കിട്ടുകയുമ്പോൾ ഒരു ആശ്വാസമാണെന്ന് തോന്നുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിൽ പോവാം അല്ലേ? ഇത് വെരി ശ്രദ്ധിക്കുന്ന ഒരു പാട്ടൊന്ന് കേൾക്കണം എല്ലാവരും ഈ പാട്ട് ശരിക്കും. അടുത്തത് ഈ പാട്ട് ഞാൻ അത്ര കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടി കേട്ടാ ചിലപ്പോ അടുത്ത വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണ് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ കൺമണിയെ കണ്ടു നീ കവിളിന തഴുകിയോ. ഓക്കെ, പഠിക്കും. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ വെള്ളിമണി കീലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കഥ പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ. അത്ര മതി, അത്രയേ ഉള്ളൂ. അടുത്ത ഭാഗം പാടിയോക്കട്ടെ. നീലാഞ്ചനപ്പുഴയിൽ നീരാടി നിന്ന നേരം നീ നൽകും കുളിരലയിൽ പൂമേനി പോത്ത നേരം എൻ നെഞ്ചൻ ചാഞ്ഞിടുമാ തളിർമൽ നിന്നുലഞ്ഞു എൻ്റെ ആകമുദ്ര ചൂടും ചെഞ്ചുണ്ടു വിതുമ്പി നിന്നു. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടു നീ കവിളിന തഴുകിയോ നീ വെള്ളിമണി കീലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കഥ പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു. നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്ര പൂവിരിയും നാണത്താൽ നനഞ്ഞ കവിൾ താരുകളിൽ സന്ധ്യ പോക്കും ചെന്തണിൽ ചുണ്ടിനയിൽ മുന്തിരി തേൻ കിനിയും തേൻ ചോരും വാക്കിലെൻ്റെ പേരു തുളുമ്പി നിൽക്കും. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടു നീ കവിളിന തഴുകിയോ നീ വെള്ളിമണി കീലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു. താങ്ക് യു സർ. ഞാൻ രണ്ടുപേരും പാടാം. കസ്തൂരി മണക്കുന്നല്ലോ
നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിണ തഴുകിയോ നീ വെള്ളിമണി കീഴുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കളിയവൾ കഥ പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു. പാടുന്നില്ലേ ആരും? സാറേ ഞാനൊന്ന് നോക്കട്ടെ. ആ ജോറി സാറ്, ജോറി സാറ്. കസ്തൂരി മണക്കും നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിണ തഴുകിയോ നീ വെള്ളിമണിക്കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കഥ പറഞ്ഞോ കാമുകന്റെ കഥ പറഞ്ഞോ കസ്തൂരി മണക്കും നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ തഴുകിയോ നീ. താങ്ക് യു. വേറെ ആരോ കസ്തൂരി വേറെ മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിണ തഴുകിയോ നീ കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിണ തഴു ഓക്കെ, ഇനി ആരാ പാടിയോ? എല്ലാവരും പാടിയോ? ജോർജ് സാർ പാടിയോ? ജോറി സാർ പാടി. വേറൊരാള് ട്രൈ ചെയ്തായിരുന്നല്ലോ. ജോർജ് സാറാണോ? ആ കഥ പാടോ. പറഞ്ഞു കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിണ തഴുകിയോ നീ വെള്ളിമണി കീഴുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കഥ പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു നീലാഞ്ചന പുഴയിൽ നീരാടി നിന്ന നേരം നീ നൽകും കുളിരയിൽ പൂമേനി പൂത്ത നേരം എന്നെഞ്ചിൽ ചാഞ്ഞിടുമാ തളിർമരമെന്നുലഞ്ഞു എന്റെ ചൂടും മാറുന്നല്ലോ യോ നീ. എന്നെ കേക്കാമോ? കേൾക്കാം സാർ. കേക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. കേൾക്കണ്ടേ? ഇപ്പൊ കേൾക്കാം. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിണ തഴുകിയോ നീ കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ
കവിളിണ തഴുകിയോ നീ വെള്ളിമണി കീലുങ്ങും നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കഥ പറഞ്ഞോ കാമുകന്റെ കഥ പറഞ്ഞോ കസ്തൂരി മണക്കും നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുപോ നീ കവിളിണ തഴുകിയോ നീ കസ്തൂരി മണക്കും നല്ലോ. സാറേ 4 വരി പാടാം. സാറേ കേൾക്കാമോ? കേൾക്കാം. കേൾക്കുന്നുണ്ട്, അടിക്കോളൂ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിണ തഴുകിയോ നീ വെള്ളിമണിക്കിലുങ്ങന്നല്ല തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കഥ പറഞ്ഞ കാമുകന്റെ കഥ പറഞ്ഞ. താങ്ക് യു. നീലാഞ്ജന പുഴയിൽ നീരാടി നിന്ന നേരം നീ നൽകും കുളിരലയിൽ പൂമേനി പൂത്ത നേരം എൻ നെഞ്ചിൽ ചാഞ്ഞിടുമാ തളിർമരമിന്നുലഞ്ഞു എൻ രാഗമുദ്ര ചൂടും ചെഞ്ചുണ്ട് വിതുമ്പി നിന്നു കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്ര പൂവിരിയം നാണത്താൽ നനഞ്ഞ കവിൾ താരുകളിൽ സന്ധ്യ പൂക്കും ചെന്തളിർ ചുണ്ടിണയിൽ മുന്തിരി തേൻകിനിയും എഞ്ചോരും വാക്കിലെന്തേ പേരു തുളുമ്പി നിൽക്കും കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിണ തഴുകിയോ നീ. ഓക്കെ സാർ. സാബു സാറല്ലേ? സാറില്ല. ആ, ഈ പാട്ടുകളൊക്കെ ഇപ്പം പാടിയിട്ട് ഈ ഒരാഴ്ച ടൈം ഉണ്ടല്ലോ, ഈ പാട്ടുകളിലൂടെ ഒന്നുകൂടെ കടന്നു പോണേ. അപ്പോഴതിൻ്റെ ഒരു അതെ അതെ. മനോഹാരിതയും അതിൻ്റെ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഭംഗിയായി. ലാളിത്യവും അതെ. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കിട്ടുമല്ലോ അതെല്ലാം, ലിറിക്സും ഒക്കെ ഒന്ന് അത് വെച്ച് സാറേ പാട്ട് ഇതൊന്ന് കേൾക്കണം. നേരത്തെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് കറക്റ്റ് നോക്കിയിട്ട് കിട്ടിയാൽ കുറച്ച് പാട്ടുകളെങ്കിലും നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അതാ ഞാൻ പറഞ്ഞു. സാബു സാറ് പറയുന്ന പോലെ ഈ പാട്ടുകളെല്ലാം നമ്മൾ ഫസ്റ്റില് കേൾക്കുമ്പോ അങ്ങനെ തോന്നൂല. രണ്ടാമത് കേൾക്കുമ്പോ അല്ലെങ്കിൽ അത് പല തരത്തിൽ കേൾക്കുമ്പോഴാണ്, ഉറങ്ങാൻ കിടക്കുമ്പോ കേൾക്കുമ്പോ, ബസ്സിൽ പോകുമ്പോ കേൾക്കുമ്പോ, അന്നേരമാണ് നമ്മൾ ആ വരികളുടെ അർത്ഥങ്ങളെല്ലാം ചിലപ്പോ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ഒരാഴ്ച സമയമുണ്ടല്ലോ, ഈ പാട്ടുകളിൽ ഏതെങ്കിലും 2 or 3 പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് എടുക്കുക, അതിൻ്റെ ലിറിക്സ് നോക്കുക, പാട്ട് വീണ്ടും വീണ്ടും കേൾക്കുക, അങ്ങനെ ഒരു പാട്ടിനോട് കൂടുതൽ അടുത്ത് വരിക. അതായിരിക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എഫക്റ്റ് കൂടുതൽ കിട്ടും. ഓക്കെ, താങ്ക് യു. സാറേ, നമുക്ക് ഈ ഓരോ തുള്ളി ചൊരയ്ക്കും പകരം നമ്മൾ ചോദിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ നാടകഗാനം, ചിത്രം രക്തപുഷ്പം.
ഇതോടെ ചേർത്ത് നമുക്ക് അവസാനിപ്പിക്കാം. ആരാണോ ഒന്ന് വീറോടെ പാടാനുള്ളത്? എനിക്ക് വന്ന് ഷീല റെഡി ആരെങ്കിലും ഒന്ന് ഒച്ചയിൽ. അല്ലെങ്കിൽ ബീന മാഡോ ആരെങ്കിലും ഒക്കെ. സാറേ എന്നെ ഒന്ന് പാടിക്കേ സാറേ. ആദ്യത്തെ 4 വരി. ഓരോ തുള്ളി ഓരോ ചോര കുഴപ്പമില്ല. തുള്ളിക്കും പകരം നമ്മൾ അതുപോലെ പോലെ. ഓരോ ജോസഫ് സാറിന് അറിയാവോ പാട്ട്? ഇല്ല. അതാ നമുക്ക് വായിക്കാം. സാറേ അതിന് ഞാനും കൂടെ. ആ, എല്ലാവർക്കും കൂടെ വായിക്കാം. ഓരോ ചോര തുള്ളിക്കും തുള്ളിക്കും പകരം 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 നമ്മൾ ചോദിക്കും. ചോദിക്കും. ഓരോ ഓരോ തീവ്യ തീവ്യടി ഉണ്ടയ്ക്കും പകരം നമ്മൾ ചോദിക്കും. ചോദിക്കും. പുത്തൻ തലമുറ ഉണരുകയായി, ഉഷസ്സുകൾ ഉണരുകയായി, അണിയണിയായി നാം അണയുകയായി, അടിമച്ചങ്ങല പൊട്ടിക്കാൻ. തീയിൽ കുരുത്ത പൂവുകൾ നമ്മൾ വെയിലിൽ വാടുകയില്ല വാടുകയില്ല. നമ്മൾ. കണ്ണീരുണ്ട് വളർന്നവർ നമ്മൾ. കളരിയിൽ ഇടറുകയില്ല നമ്മൾ. മുന്നേറുക നാം സഖാക്കളെ, മുന്നേറുക നാം യോദ്ധാക്കളെ, കാട്ടിൽ വളർന്ന വിഷസർപ്പത്തെ ആട്ടിയിറക്കും നമ്മൾ കാട്ടാളന്റെ കൊലച്ചതി പൊങ്ങും. കശാപ്പുശാല തകർക്കും. ചാല ഞങ്ങൾ. തകർക്കും. മുന്നേറുക നാം സഖാക്കളെ, മുന്നേറുക നാം മുന്നേറുക നാം യോദ്ധാക്കളെ. സഖാക്കളെ. ഓക്കെ. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും അതല്ല ഓരോ തുള്ളി ചോരയിൽ നിന്നും പകരം നമ്മൾ ചോദിക്കും, ഓരോ തീവെടി ഉണ്ടയ്ക്കും പകരം നമ്മൾ ചോദിക്കും. ജോർജ് സാറൊക്കെ എത്ര സൂപ്പറായിട്ടാണ് പെട്ടെന്നൊരു ട്യൂണൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് അല്ലേ? ആവേശം പെട്ടെന്ന് വന്നല്ലേ? പെട്ടെന്ന് ആവേശം. വെരി ഗുഡ്. അപ്പൊ അതാണ് നമ്മുടെ ഉള്ളിലുണ്ട് അത്. ഇതുപോലെ വാക്കുകളിലൂടെയാണ് ഇതൊക്കെ തീപ്പൊരി ഉണ്ടാകുന്നത് അല്ലെ? ഇതുപോലുള്ള വാക്കുകളിലൂടെയാണ് തീപ്പൊരി ഉണ്ടാകുന്നത്. ഓരോ ചോരത്തുള്ളി ഓരോ ചോര തുള്ളിക്കും പകരം നമ്മൾ ചോദിക്കും. ഈ ഒരു പാട്ട് മതി അർജുനൻ മാസ്റ്ററിനെ ഓർക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ സന്ധ്യയിൽ അർജുനൻ മാസ്റ്ററിന്റെ മുമ്പിൽ എല്ലാ പ്രണാമവും അർപ്പിക്കാം. അപ്പൊ ഇന്നത്തെ സാറേ 2 വരി പാടിയോണ്ട് പഠിക്കും. ഓരോ ചോരത്തുള്ളിക്കും പകരം നമ്മൾ ചോദിക്കും, ഓരോ തീവെടിയുണ്ടയ്ക്കും പകരം നമ്മൾ ചോദിക്കും. പുത്തൻ തലമുറ ഉണരുകയായി, പുത്തനുഷസ് ഉണരുകയായി, അണിയണിയായി നാം അണിയണിയായി അടിമച്ചങ്ങല പൊട്ടിക്കാൻ. അവിടെ ഒരു മ്യൂസിക്കലുണ്ട്. ഞാനും കൂടി 4 വരി പാടിട്ട് പഠിക്കൂ. തീയിൽ കുരുത്ത പൂവുകൾ നമ്മൾ വെയിലിൽ വാടുകയില്ല, കണ്ണീരുണ്ട് വളർന്നവൾ നമ്മൾ കളരിയിൽ ഇടറുകയില്ല. മുന്നേറുക നാം സഖാക്കളെ, മുന്നേറുക നാം യോദ്ധാക്കളെ, കാട്ടിൽ വളർന്ന വിഷസർപ്പത്തെ ആട്ടിയിറക്കും നമ്മൾ. കാട്ടാളന്റെ കൊലച്ചതി പൊങ്ങും, തകർക്കും. ഓരോ ചോരത്തുള്ളിക്കും പകരം നമ്മൾ ചോദിക്കും. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം സഖാക്കളെ. ഇത് എന്നാന്ന് വെച്ചാല് സത്യത്തിൽ ഈ ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് വിളിക്കണമെന്ന്. പക്ഷെ പലപ്പോഴും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും മനസ്സിലൂടെ കടന്നു വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി അർജുനൻ മാസ്റ്ററിന്റെ മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ദിവസം നമുക്ക് കപ്പിൾ ഡാൻസ് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ടോപ്പിക്കാണ്. കപ്പിൾ ഡാൻസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. വിജയരാമൻ സാറാണ്. സാർ ഒത്തിരിയും സൈക്കോളജിക്കൽ, പ്രത്യേകിച്ച് പ്രീ മാരിറ്റൽ, പോസ്റ്റ് മാരിറ്റൽ തലങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ് സാർ. നമ്മുടെ ക്ലാസ്സിൽ തന്നെ 10-25 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ ചിലപ്പോൾ സർപ്രൈസോടെ നമുക്ക് ആ ടോപ്പിക് ഒന്ന് കേൾക്കാം. സോ ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു, ബൈ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാബു സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നൈറ്റ്.